നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് എഴുതുന്നത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒരു ശരാശരി വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏകദേശം 6 വർഷം സ്വപ്നം കാണാൻ ചെലവഴിക്കും. ഭൗതിക സമ്പത്തിനേക്കാൾ അനുഭവങ്ങൾക്കായി പണം സമീപിക്കുന്നത് കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുന്നത് ഉത്കണ്ഠയും വിഷാദത്തിൻ്റെയും ലക്ഷണങ്ങൾ കുറക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധികപേരും തോറ്റുപോകുന്നത്? ഗുരു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ ജീവിതമെന്ന പരീക്ഷ വളരെ ലളിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം വേറെ ചോദ്യപേപ്പറാണ് നൽകുന്നത് എന്നറിയാതെ അടുത്തിരിക്കുന്നവൻ്റെ ചോദ്യപേപ്പർ പകർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അധികപേരും തോറ്റുപോകുന്നത്. പതിവായി ശാരീരിക വ്യായാമത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മികച്ച ആത്മാഭിമാനവും ശരീരപ്രതിച്ഛായയും ഉണ്ടാകും. ഒരു പുതിയ ശീലം രൂപപ്പെടുത്താൻ ഏകദേശം 66 ദിവസമെടുക്കും. ഉയർന്ന അളവിലുള്ള സമ്മർദ്ദം ഓർമ്മയെയും വൈജ്ഞാനിക പ്രവർത്തനത്തെയും തകരാറിലാക്കും. നീലനിറം മനസ്സിലും ശരീരത്തിലും ശാന്തമായ പ്രഭാവം ചെലുത്തുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പഠനങ്ങൾ. 10 മുതൽ 20 മിനിറ്റ് വരെ ഉറങ്ങുന്നത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും ജാഗ്രതയും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പിൻപറ്റുക. ജീവിത വിജയത്തിന് ചില പാഠങ്ങൾ. നിങ്ങളുടെ സൗന്ദര്യം, നിറം, ഉയരം ഇവയൊക്കെ വിജയത്തിന് 1%വും ബാക്കി 99% നിങ്ങളുടെ അധ്വാനവുമാണ്. എല്ലാം സുഖപ്പെടുത്തുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് സമയമാണ്. സമയം പാഴാക്കിയാൽ വളരെ അധികം കഷ്ടപ്പെടും. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. റിസ്ക് എടുക്കാതിരിക്കുകയും കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ജീവിതം ദുരിതപൂർണമാകും. മറ്റുള്ളവരുടെ ഉപദേശം ചെവികൊണ്ടാൽ നിങ്ങളുടെ ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കും. ഒരിക്കലും പണത്തിനായി നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ അധിനിവേശത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളിലും പരാതിപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാതിപ്പെടുന്നത് നിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുത്ത് ജീവിതത്തിൽ മുന്നേറുക. അതാണ് ജീവിത വിജയത്തിന് ആവശ്യവും. ഉയർന്ന നിലവാരത്തിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾക്ക് അതാണ് ആവശ്യം. ഒരു അലങ്കോലമായ മുറിയിൽ ഇരിക്കുന്നത് വിവരങ്ങൾ കേന്ദ്രീകരിക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള നിങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തും. ശാരീരിക വേദന പോലെ തന്നെ തലച്ചോറും നിരസിക്കലിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഒരു അവധിക്കാലം പ്രതീക്ഷിക്കുന്നത് സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിട്ടുമാറാത്ത ഏകാന്തത മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ നമ്മുടെ വിഷമത്തിന് സഹായിക്കുന്ന ഒന്നാണ് മഴ. മഴയുടെ ശബ്ദം തലച്ചോറിനെ ശാന്തമാക്കുകയും വിഷമത്തിനെ സഹായിക്കുകയും ചെയ്യും. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ചു ജീവിക്കാൻ പഠിക്കണം. എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആൾവേസ് ബി കോൺഫിഡൻറ്റ്. നർമ്മം കലർന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങൾ ആളുകൾ കൂടുതൽ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. ഫിക്ഷൻ വായിക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള സഹാനുഭൂതിയും ധാരണയും വർദ്ധിപ്പിക്കും. കാര്യങ്ങൾ എഴുതുന്നത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തും. മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനും ശക്തമായ ഒരു സാമൂഹിക പിന്തുണ സംവിധാനം നിർണായകമാണ്. പോസിറ്റീവ് സെൽഫ് പ്രകടനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സമ്മർദ്ദം കുറയ്ക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഫിക്ഷൻ
പോലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് ധാരാളമാക്കുക. സെൽഫ് പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറെന്ന് പഠനങ്ങൾ പറയുന്നു. സാരമില്ല എന്ന ഒറ്റ വാക്കുകൊണ്ട് അത്രയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും എത്ര പെട്ടെന്നാണ് ചിലർക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ കഴിയുന്നത്. ഒന്നിനെയും പ്രതീക്ഷിച്ചു ജീവിക്കരുത്. പ്രതീക്ഷകൾ തകർന്നാൽ പിന്നീട് ജീവിക്കാൻ പറ്റണമെന്നില്ല. പഠിക്കുക 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ച് ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ. നല്ല നിമിഷങ്ങളെ കരുതി വെക്കുക. ഒരു പക്ഷേ നാളുകളിൽ ഓർക്കാൻ ഓർമ്മകളായി കുറച്ച് സന്തോഷമെങ്കിലും തിരിച്ചു തന്നേക്കാം. എന്നും ആരും കൂടെ ഉണ്ടാവില്ല എന്നത് സത്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും കാണും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും. അതില്ലാത്തവർ ചുരുക്കമാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. വാക്കുകൾ ശക്തമാണ്. അവ വിവേകത്തോടെ ഉപയോഗിക്കുക. ആളുകൾ വരുന്നു പോകുന്നു, എന്നാൽ ശരിയായിട്ടുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. തെറ്റിനെ അംഗീകരിക്കുക, തിരുത്തുക. നിങ്ങൾ ശ്രമിക്കാത്തതാണ് പരാജയ കാരണം. നാളേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ കാലത്തേക്ക് പോകരുത്. ഇനി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ചു നിൽക്കുകയും ചെയ്യരുത്. അവിടെ നിങ്ങൾക്കായി ഒന്നുമില്ല. അമിതമായ ചിന്ത സന്തോഷത്തെ കൊല്ലുന്നു. ജീവിക്കുമ്പോൾ കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ നമ്മളെ ആരും ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെയിരിക്കാം. കഴിഞ്ഞുപോയത് ഒരു അവസാനമല്ല, ജീവിതത്തിലെ ഒരു പാഠം മാത്രമാണ്. ചിറകുള്ള പക്ഷികൾ മാത്രമല്ല, ചിറകില്ലാത്ത അപ്പൂപ്പൻ താടിയും പറക്കുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ കാറ്റ് വേണമെന്ന് മാത്രം. ചില ബന്ധങ്ങൾ പൂക്കളെപ്പോലെയാണ്. നല്ല ഗന്ധവും ഭംഗിയുമുണ്ടാകും. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. പക്ഷേ ആയുസ്സ് കുറവായിരിക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി വിജയത്തോടു കൂടി മുന്നേറുക. ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ എപ്പോഴും വളരെ കോൺഫിഡൻറ്റോടു കൂടി ജീവിതത്തിലെ ഓരോ പടികളും കയറുക. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റല്ല, തോൽവിയായി മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവരല്ല. ഒരു പക്ഷേ ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് കുറവുകളും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലുമൊക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ചു മുന്നേറുന്നവരല്ലേ ധൈര്യശാലികളെന്ന് പറയുന്നത്. ഒരു വ്യക്തി നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിയാൻ അവർ നമ്മളോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. ചില വേദനകളെ മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും വീണ്ടും അത് മനസ്സിൽ തങ്ങി നിന്ന് കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും. എത്രയോ ശരികൾക്കിടയിൽ ഒരൊറ്റ തെറ്റ് മാത്രം മതി പലർക്കും നമ്മൾ അന്യരാവാൻ. മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ പലവട്ടം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. മൗനം എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാണ്. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ. നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ മാനിക്കുന്നു. അവരുടെ ഉള്ളിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ടാകുന്നു. Thanks for watching. Don't forget to subscribe.